ഹായ് ഗൈസ്, ദിസ് ഇസ് ദ സെക്കൻഡ് ഡേ ഓഫ് കോക്കനട്ട് ട്രിപ്പ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുളിക്കാണ്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഇറങ്ങാണ്. ഇന്ന് ഫുൾ ഓഫ് ട്രക്കിംഗ് ആണ്. നമുക്ക് 3 ബീച്ചസ് കവർ ചെയ്യണം. അത് ഏതൊക്കെ ബീച്ചസ് എന്ന് വഴിയെ പറയാം. ട്രക്ക് ചെയ്യാൻ കുറച്ച് എനർജിക്ക് വേണമല്ലോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ആ സമയത്താണ് ഈ കുറേ കളർഫുൾ സ്ട്രിങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ ബ്രെയ്ഡ് ചെയ്യുന്നില്ലേ, നമ്മളിപ്പോൾ ഗോവയിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു ചങ്ങായി വന്നെ. അങ്ങനെ നമ്മളെല്ലാ ഗേൾസ് എല്ലാവരും അങ്ങനെ ചെയ്ത്, ഞാനൊക്കെ 2 സൈഡൊക്കെ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഞാൻ വിചാരിച്ച് കണ്ണാപ്പി പോലെ ആയോ, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. നമ്മൾ 3 ബീച്ചസ് കവർ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഓം ബീച്ച്, ഹാഫ് മൂൺ ബീച്ച്, പിന്നെ പാരഡൈസ് ബീച്ച്. അങ്ങനെ നമ്മൾ നടക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മെല്ലനെ നടന്ന് വായി നോക്കിയിട്ടും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നടന്ന് നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്ലിയർ ബ്ലൂ ബീച്ചസ്. അങ്ങനെ നമ്മൾ ട്രക്ക് ചെയ്യാൻ തുടങ്ങി ഗൈസ്. ആദ്യമൊക്കെ കുറച്ച് ഓക്കെ ആയിരുന്നു. പിന്നെ വയ്യാണ്ടായി. ഓരോ ടൈം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോസ് എടുക്കും, ബീച്ചസിൻ്റെ ടോപ്പ് വ്യൂവിൽ കാണും. ഈ ഓം ബീച്ച് എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് വ്യൂന്ന് ഒരു ഓം ഷേപ്പിൽ കാണും. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഓം ബീച്ച്. അങ്ങനെ നമ്മൾ നടന്ന് നായാവും ഗൈസ്. ശരിക്കും ഭയങ്കര റിസ്ക് ആണ്. ചെറിയ പിള്ളേരെ കൊണ്ടൊന്നും ഒരിക്കലും ആവത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഭാഗ്യം വേണം നമ്മൾ വീഴാണ്ട് നിൽക്കണമെങ്കിൽ. എന്നുവെച്ചാൽ ഒരു കാല് തെറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീർന്ന്. ഞാൻ അധികം നടക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ തന്നെ എങ്ങനെയൊക്കെയാണ് നടന്നത്. അതിനിടയിൽ വീഡിയോ കൂടി എടുത്തു കഴിഞ്ഞാൽ ഞാനും ഫോണെല്ലാം ഒരുമിച്ച് വീഴും. ആദ്യമൊക്കെ ഇങ്ങനെ നമ്മൾ നടന്ന് ടോപ്പൊക്കെ കാണുമ്പം ആ ഒരു വേദനയൊക്കെ മറക്കും. ലൈക്ക് അത്രയ്ക്കും ഒരു അമേസിങ് വ്യൂ ഒക്കെ ആയിരുന്നു. അവസാനമൊക്കെ നമുക്കൊരു വ്യൂ ഒന്നും കാണുമ്പോൾ ഒരു വികാരം ഇല്ലാണ്ടാവും. അത്രയ്ക്ക് വേദന കൊണ്ട് എൻ്റെ കാലൊക്കെ ഒരു പരിവായിരുന്നു. ആക്ച്വലി 3 ബീച്ച് കവർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നി. അത്രയ്ക്ക് നടക്കാണ്ട് ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല എനിക്ക് ഇത്രയും എനർജി ഉണ്ടെന്ന്. അങ്ങനെ കാലൊക്കെ ഒരു പരിവായി. അവസാനം നമ്മൾ ബീച്ചിലെത്തി. കാലൊക്കെ നനച്ച്. അപ്പോഴാണ് കാലിനൊരു കുറച്ചൊരു റിലീഫായത്. അത് കഴിഞ്ഞിട്ട് പോയത് നമ്മളൊരു ബോട്ടിംഗ് ആയിരുന്നു. ഫുൾ ഓഫ് ബോട്ട് ആക്ടിവിറ്റീസ് ലൈക്ക് റിവർ റാഫ്റ്റിംഗ് അങ്ങനത്തെയൊക്കെ. ബട്ട് നമ്മൾ പോയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ബോട്ടിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞുള്ള റിവർ റാഫ്റ്റിങ്ങും നമ്മൾ വെള്ളത്തിൽ കുറേ നേരം കളിച്ചതും അതൊക്കെയായിരുന്നു ഏറ്റവും ഒരു വാട്ടർ സ്പാ എന്നൊക്കെ പറയുന്ന ഫീലായിരുന്നു എനിക്ക്. ജാക്കറ്റൊക്കെ ഉണ്ടല്ലോ, സോ സേഫാണ്. ആദ്യം കുറച്ച് എന്തായാലും പേടിയുണ്ടായിരുന്നു. പിന്നെ ഫുൾ ഒഴുകലായിരുന്നു. പിന്നെ ഇങ്ങനെ ആകാശം നോക്കി ഇങ്ങനെ കിടന്നുറങ്ങലായിരുന്നു. അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ കണ്ട് നല്ല അടിപൊളി ദിവസമായിരുന്നു. രാവിലെ കുറേ ട്രക്കിംഗ്, അവസാനം ബോട്ടിങ്. ഇറ്റ് വാസ് എ നൈസ് ഡേ.